ഹായ്, ഇന്ന് നമുക്ക് ഇലക്ട്രോണിക്സിൽ കുറച്ച് ലൈറ്റ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. വാറണ്ടി ഇല്ലാത്ത ടോർച്ചുകളും എമർജൻസി ലൈറ്റുകളുമാണ് വന്നിരിക്കുന്നത്. ചൈന പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മഴയൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോർച്ച്. ജസ്റ്റ് നമുക്ക് ഡിമ്മും ബ്രൈറ്റും ഓപ്ഷൻ ഉള്ള ടോർച്ചാണ്, റീചാർജബിൾ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇപ്പോൾ ചാർജ് ചെയ്യാനുള്ള 2 പിന്നാണ് വരുന്നത്. USB കേബിൾ ഒന്നും അല്ല, ഇവിടുത്തെ തന്നെ 2 പിൻ വെച്ചിട്ടുണ്ട്. അത് വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഉപയോഗത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് വന്നിരിക്കുന്നത് മൾട്ടിമീറ്ററിന്റെ പ്രോബാണ്, സ്പെയർ പ്രോബ് വന്നിരിക്കുന്നതാണ്. സാധാരണ നമുക്ക് മൾട്ടിമീറ്ററിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു പ്രോബ് കിട്ടും. ഇത് സ്പെയർ ആയിട്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ ഈ വന്നിരിക്കുന്നത് ഇതും മൾട്ടിമീറ്ററിന്റെ പ്രോബ് തന്നെയാണ്. അപ്പോൾ 2 ക്വാളിറ്റിയിലുള്ളത് വന്നിരിക്കുന്നു. റേറ്റിന് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് LR1130 ചെറിയ സെല്ലാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും വന്നിരിക്കുന്നത് എമർജൻസി ലൈറ്റുകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാം. ഇത് നമുക്ക് നേരത്തെ വന്നിട്ടുള്ളതാണ്, ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. നല്ല ഒരു പ്രോഡക്റ്റാണ്, നമുക്ക് ധാരാളം പേര് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതുപോലത്തെ ചെറിയ എമർജൻസി ലാമ്പ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് പിടിക്കാം. ഇതിന് കണ്ടോ, നമുക്ക് ചുറ്റിനും വെളിച്ചമുണ്ട്. ഇങ്ങനെ LED പോലെ, ഇങ്ങനെ ട്യൂബ് പോലെ LEDs ആണ് ഇത് വന്നിരിക്കുന്നത്. LED ലൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റിനുമുണ്ട്. പിന്നെ ഇതിൻ്റെ മേളിൽ കണ്ട ഒരു സോളാർ പാനലുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോഴും ഇത് ചാർജ് ആവും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഈ LED ഓൺ ആയിട്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൂര്യവെളിച്ചം ഉള്ളിടത്ത് വെച്ചാൽ മതി, ഇത് തന്നെ ചാർജ് ആയിക്കോളും. അപ്പോൾ കറണ്ട് ഇല്ലാത്തപ്പോൾ നമുക്ക് മഴക്കാലത്തൊക്കെയാണ് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടാവും, ഒരെണ്ണം നമുക്ക് ഒരു സൈഡ് മാത്രമായിട്ട് കത്തിക്കാം. എന്ത് വെളിച്ചമാണെന്ന് നോക്കിയേ, ജസ്റ്റ് 2 എണ്ണേ ഓൺ ആയിട്ടുള്ളൂ. പിന്നെ അടുത്തത് ഇങ്ങനെ ഫുള്ള് കത്തിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറിയിൽ മൊത്തം വെളിച്ചം കിട്ടും. നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കിത് കറണ്ടേ കുത്തി ചാർജ് ചെയ്യാം. സോളാർ ഉണ്ടെങ്കിൽ അവിടത്തെ കുത്തി ചാർജ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സൂര്യവെളിച്ചം കിട്ടുന്നിടത്ത് വെച്ചാൽ മതി, ഇത് ചാർജ് ആയിക്കോളും. അപ്പോൾ ഇത് ഇതിൻ്റെ ചെറിയ മോഡല്. അപ്പോൾ അതിൻ്റെ തന്നെ ഇതുണ്ടോ, വലിയ മോഡലും വന്നിട്ടുണ്ട്. കേബിള് നമുക്ക് ഈ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. നല്ല വെളിച്ചമുള്ള എമർജൻസിയാണ്. ഇങ്ങനെ 2 എണ്ണമായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു മോഡലാണ്. ഇതിനകത്ത് LED ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 56 എണ്ണം ഉണ്ട് ഇതിനകത്ത് LED വരുന്നത്. 250 വാട്ടാണ്. അപ്പോൾ ഇതിനും ഡിമ്മും ബ്രൈറ്റും ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് നമുക്കിപ്പം ചാർജ് കുറച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയം ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കറണ്ടയിൽ കുത്തിയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ വന്നിരിക്കുന്നത് വേറൊരു മോഡൽ ഇതാണ്. ഇതിനകത്ത് 40 LED ബൾബുകളാണ് വരുന്നത്. 150 വാട്ടിൻ്റെയാണ് വരുന്നത്. ഇതും നമ്മൾ കറണ്ടേ കുത്തിയാണ് റീചാർജ് ചെയ്യുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഈ ഒരു മോഡൽ 40 LED ആണ്. ഇതെല്ലാം ഡിമ്മും ബ്രൈറ്റും ഓപ്ഷൻ ഉള്ളതാണ്. പിന്നെ വേറൊരെണ്ണം ഇത് 40 LED 125 വാട്ട്സ്. അടുത്തത് വരുന്നത് 30 LED 100 വാട്ട്സ്. പിന്നെ ഒരെണ്ണം വരുന്നത് ഈ ഒരു മോഡൽ. പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന ഈ എമർജൻസി ലൈറ്റുകളെല്ലാം സ്റ്റാർട്ടിംഗ് പ്രൈസ് 500 രൂപ തൊട്ട് മേളിലോട്ടാണ് റേറ്റ് വരുന്നത്. അത് പലതും പല റേറ്റ് ആയിരിക്കും. സ്റ്റാർട്ടിംഗ് തുടക്കം 500 രൂപയിലാണ് റേറ്റ് തുടങ്ങുന്നത്. പിന്നെ വന്നിരിക്കുന്നത് AC റിമോട്ടാണ്. ഇതുണ്ടോ, ഗോദ്രേജ് ACയുടെ റിമോട്ട്. പിന്നെ വന്നിരിക്കുന്നത് സ്മാർട്ട് മാജിക് റിമോട്ട് എന്ന് പറഞ്ഞ LGയുടെ റിമോട്ടാണ്. അടുത്ത വന്നിരിക്കുന്നത് ഇത് കുറെ TVക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അക്കായ്, സാംസു, യോനിക്സ് അങ്ങനെ വന്നിരിക്കുന്ന ഒരു റിമോട്ടാണ്, കോമൺ ആയിട്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നത് വേറൊരു TVയുടെ റിമോട്ട്. ഇതൊക്കെ ഒരു കോമൺ ആണ്, നമുക്ക് കുറെ TVകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, കുറെ പേര് ചോദിക്കുന്നുണ്ട് യൂണിവേഴ്സൽ റിമോട്ട് നമുക്ക് അവൈലബിൾ അല്ല.
ഇതുപോലെ ഒരു 3-4 കമ്പനിയുടെ ടിവിക്കൊക്കെ പറ്റുന്ന സൈസ് റിമോട്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ എല്ലാ ടിവിക്കും പറ്റിയിട്ടുള്ള റിമോട്ട് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ ഇത്രയാണ് ഇന്ന് നമുക്ക് വന്ന പ്രോഡക്റ്റ്. അപ്പൊ ഇതുകൊണ്ട് പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്ന് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇനിയിപ്പോ ഈ കാണിച്ച ടോർച്ചുകളും എമർജൻസികളും അല്ല, ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഒരുപാട് മോഡൽസ് ഉണ്ട്. വാറണ്ടി ഉള്ള ഐറ്റംസ്, വാറണ്ടി ഇല്ലാത്ത ഐറ്റംസ് ഒക്കെ നമുക്ക് വേറെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഓരോ വീഡിയോസിലും കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കൂടുതൽ നമ്മുടെ പ്രോഡക്ട്സ് പറ്റി അറിയാനും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എന്തൊക്കെയാണ് പുതിയ പ്രോഡക്ട്സ് വരുന്നത്, എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.